അന്നമനട പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. മേലടൂരിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ ആമുഖ ഭാഷണത്തിൽ അധ്യക്ഷനാവട്ടെ, അതിനു മുമ്പുള്ള സ്വാഗത ഭാഷണത്തിൽ സ്വാഗതകാരനാവട്ടെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ഐക്യം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് ഈ സമാജത്തെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനും ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് സംഘം അതിൻ്റെ 100ാം വാർഷികത്തിൽ ഇങ്ങനെയൊരു ബൃഹത്തായിട്ടുള്ള കർമ്മ പരിപാടി രാജ്യത്തുടനീളം ഓരോ പ്രദേശത്തും ഹിന്ദുക്കളെ സംഘടിപ്പിച്ചിരുത്തിക്കൊണ്ട് ആ ഹൈന്ദവ ബോധം അവരിലേക്ക് സന്നിവേശിപ്പിക്കാനും ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവരെ ബോധ്യപ്പെടുത്താനും വേണ്ടി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എനിക്കറിയാം, നിങ്ങളുടെ വിഷമം എനിക്കറിയാം. ഇതിൻ്റെ മുന്നിലും പിന്നിലുള്ളതൊക്കെ വളരെ ആകർഷകമായിട്ടുള്ള കാര്യങ്ങളാണ്. രംഗപൂജയാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഇത് കഴിഞ്ഞാൽ കലാപരിപാടികളും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനിടയിൽ വരുന്ന ഈ പ്രഭാഷണം മാത്രമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അതൊന്ന് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ നേരെ പരിപാടിയിലേക്ക് കിടക്കാമായിരുന്നു എന്ന മനോഭാവത്തിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാതെ, വല്ലാതെ മുഷിപ്പിക്കാതെ എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കർമ്മം നിർവഹിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്താണ് ഹിന്ദു ഏകതയുടെ ആവശ്യം എന്നതിനെ സംബന്ധിച്ച് മാത്രം സൂചിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹിന്ദുക്കൾ ഐക്യപ്പെടേണ്ടത്, ഹിന്ദുക്കളുടെ ഏകത ഉണ്ടാവേണ്ടത് ഹിന്ദു സമാജത്തിൻ്റെ ആവശ്യമല്ല, അത് രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ്, അത് ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ് എന്നുള്ളതാണ്. ഹിന്ദു സംഘടിക്കുന്നത് ലോകത്തിന് മുഴുവൻ നന്മ പകരാനുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. ഡോക്ടർ ഷിബു പണ്ടാല അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഇ.കെ. ശങ്കർ നായർ, MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ PhD നേടിയ ഡോക്ടർ ശരണ്യ മനു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്വാമി ബ്രഹ്മപരമാനന്ദ മഹാരാജ, TA കാർത്തികേയൻ, CS അരുൺ എന്നിവർ സംസാരിച്ചു.